സൈമൺ ബ്രിട്ടോയുടെ പത്നി സീനയാണ് നമ്മോടൊപ്പം ഉള്ളത്. ഇന്നിപ്പോൾ ഒട്ടനവധി ആളുകൾ വരുന്നു, എല്ലാവരും ഒരു വാക്ക് തന്നെയാണ് പറയുന്നത്. മാഡത്തിൻ്റെ ഒരു ഓർമ്മ എങ്ങനെയാണ്? ആ വാക്കേ ഉള്ളൂ. കാര്യം ഇനി VS ഇല്ലാത്തൊരു കേരളം നാളെ മുതൽ അത് നമുക്ക് വല്ലാത്തൊരു വിഷമമാണ്. കാരണം പാർശ്വവൽക്കരിക്കപ്പെട്ടവനെയും പ്രാന്തവൽക്കരിക്കപ്പെട്ടവനെയും സ്ത്രീകളെയും ഭിന്നശേഷിക്കാരെ എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് എന്തൊരു കാര്യത്തിനും നമുക്ക് പോയി പറയാനൊരു ഇടമുണ്ട് എന്നുള്ളൊരു ജനങ്ങളുടെ മനസ്സിലെ തോന്നലാണ് അസ്തമിച്ചിരിക്കുന്നത്. തിരുവനന്തപുരത്തെ VSന്റെ വീടിൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ മറ്റുള്ള ആളുകളൊക്കെ ഇങ്ങനെ വരുന്നത് കാണാം. അവരുടെ മുഖത്തൊക്കെ നമ്മൾ വലിയ വിഷമം തന്നെയാണ് കാണുന്നത്. മാമും അത് കാണുമ്പോൾ എന്താണ് മനസ്സിൽ തോന്നുന്നത്? അതെ, ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും കൂടുതൽ ക്രൗഡ് വന്നിട്ടുള്ളത് EMS മരിക്കുമ്പോൾ ഞാൻ സെക്രട്ടേറിയറ്റിൻ്റെ ദർബാർ ഹാളിൽ ക്യൂ നിന്നത് 3-4 മണിക്കൂർ ക്യൂ നിന്ന് ഞാൻ അവസാനം തളർന്ന് വീണിട്ട് ആ ഒരു ഒറ്റയിലാണ് ഞാൻ കയറിപ്പോയത്. അല്ലെങ്കിൽ എനിക്കൊന്ന് കയറി കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അതിനുശേഷം ഞാൻ കണ്ട ഏറ്റവും ജനാവലി ഇവിടെയാണ് ഞാൻ കാണുന്നത്. കാരണം ഇന്നലെ യാദൃച്ഛികമായിട്ട് നമ്മുടെ രക്തസാക്ഷി MS പ്രസാദിൻ്റെ സഹോദരിയുടെ മകൻ്റെ കല്യാണം. ആ കല്യാണത്തിന് ഞാൻ സഖാവ് MA ബേബി ബെറ്റി സഖാവൊക്കെ ആയിട്ട് കല്യാണത്തിന് പോയ ആ സമയം അവിടെ വെച്ചാണ് ഞാൻ ഇവരറിയുന്നത്. ഉടനെ ഞങ്ങൾ തിരിച്ചു വരുന്ന സമയത്ത് എൻ്റെ മോള് ട്യൂഷൻ, അപ്പോൾ അവൾ എന്നെ വിളിച്ചു, അമ്മ VS പോയി ഇനി എന്ത് ചെയ്യും? അവളുടെ കൊച്ചു കുഞ്ഞാണ്, അവൾക്കറിയില്ല എന്താണ് ഇനി എന്ത് ചെയ്യും, ഞാൻ മോൾക്ക് എന്ത് കാണും, ഞാൻ വരട്ടെ എന്ന് പറഞ്ഞു. ഞാൻ ഇന്നലെ SUTയിൽ സഖാവിനോടൊപ്പം കണ്ടിട്ടും നമുക്കങ്ങ് സ്ഥിരീകരിക്കാൻ പറ്റുന്നില്ല. കാരണം VS ഉറങ്ങിക്കിടക്കുകയാണ്. വീണ്ടും വീണ്ടും ഒരു പോരാളിയാണ്, നേതാവല്ല, ഒരു പോരാളിയാണ്. വീണ്ടും വരുമോ എന്നുള്ളൊരു നമുക്കങ്ങനെ ഒരു ആഗ്രഹം തോന്നിപ്പോവുകയാണ്. അത്രയും പോരാട്ടമാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. അറിയാലോ, 1964 പാർട്ടി വളർന്നപ്പോൾ 32 പേരിൽ ഇറങ്ങി വന്ന ഒരാൾ അതിനുശേഷം നടത്തിയ സമരങ്ങൾ, പുന്നപ്പുറ വയലാറ്, സ്വാതന്ത്ര്യ സമരം, അങ്ങനെ നിരവധി. അതിനൊപ്പം തന്നെ ചെറുപ്പത്തിലേ സ്ഫുടം ചെയ്ത് വന്നൊരു വ്യക്തിയാണല്ലോ. കാരണം ചെറുപ്പത്തിൽ തന്നെ അമ്മ വസൂരി പിടിച്ച് കിടക്കുമ്പോൾ അച്ഛൻ കൊണ്ടുപോയി കാണിക്കുന്നു, പിന്നെ അച്ഛൻ മരിക്കുന്നു. അങ്ങനെ ഒരു 10 വളരെ വിഷമകരമായൊരു ബാല്യം. സാധാരണ അച്ഛനും അമ്മയും എടുത്ത് ലാളിക്കേണ്ടുന്ന സമയത്ത് രണ്ടുപേരും ഇല്ലാതെ പോകുന്നു. പിന്നെ 10-12 വയസ്സാകുമ്പോൾ തീഷ്ണമായ വിശപ്പിൽ പിന്നെ തൊഴിലെടുക്കാൻ പോകുന്ന ഒരു ചെറുപ്പക്കാരൻ. ആ ചെറുപ്പക്കാരനാണ് പിന്നെ സാമൂഹ്യ ബോധവും രാഷ്ട്രീയ ബോധവും വന്ന് ഇന്ന് ഓൾ ഇന്ത്യ ലെവലിൽ നിറഞ്ഞു നിൽക്കുന്നത്. കാരണം പിന്നെ വടക്കേ ഇന്ത്യയിൽ നിന്നൊക്കെ അവിടെയുള്ള ഓരോരുത്തർ നമ്മളെ വിളിച്ച് ചോദിക്കുക, നിങ്ങൾ പോയി കണ്ടോ? കാരണം അവർക്ക് ഒരു നോക്ക് കാണാൻ പറ്റാത്തതിൻ്റെ ഒരു വിഷമം നമ്മളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. VSന്റെ ജീവിതത്തിലെ മാം പറഞ്ഞ ആ ഒരു കഠിനാനുഭവങ്ങൾ, അത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ വലിയൊരു മുതൽക്കൂട്ട് തന്നെയായിരുന്നു, ആ അനുഭവങ്ങളൊക്കെ അല്ലേ? തീർച്ചയായിട്ടും ഒരു വ്യക്തിക്ക് ആ വ്യക്തിയുടെ അനുഭവം അവൻ്റെ വളർച്ച സ്ഫുടം ചെയ്തെടുക്കും. നമ്മൾ ഈ അമൂൽ ബേബി ഈ ടൈപ്പ് കുട്ടികളാകുമ്പോൾ ഒന്ന് വന്നു കഴിഞ്ഞാൽ വീഴും. VSനെ ഒന്നടിച്ചാൽ എന്താണ് ഒടിച്ചു കുത്തി നടുമ്പോൾ ഒന്ന് ഒടിഞ്ഞു കഴിഞ്ഞാൽ 1000 തളർത്തു വരികയാണ്. അത് തന്നെയാണല്ലോ VSന്റെ ജീവിതം. 2019 ശ്രീചിത്രയെ കിടക്കുമ്പോൾ 19 പോയി എന്ന് പറഞ്ഞാൽ എല്ലാവരും വാർത്ത കൊടുത്ത സമയത്ത് അവിടെ നിന്നാണ് VS എഴുന്നേറ്റ് വന്നതിന് 25. അപ്പോൾ ഇന്നലെയും ആ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അത്രയും എന്ത് വന്നാലും പന്ത് പോലെയായിരുന്നു, അടിച്ചാൽ കുതിക്കും, അല്ലാതെ അടിച്ചാൽ തകർന്നു പോകുന്നതല്ല. അതായിരുന്നു VS. ഒരു പോരാട്ട വീര്യം അത് തന്നെയാണ് 80കൾ കഴിഞ്ഞിട്ടും അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തിയത് അല്ലേ? അതെ, തീർച്ചയായിട്ടും. അപ്പം 80കളിൽ കഴിഞ്ഞ് പാർട്ടി സെക്രട്ടറി ആയിരിക്കും വളരെ കർക്കശക്കാരനായ, എന്നാൽ എല്ലാവർക്കും പിന്നെ പാർട്ടി സെക്രട്ടറിയോട് കാര്യങ്ങൾ പറയാവുന്ന ഏത് കാര്യങ്ങളും. കാരണം VSന് വിദ്യാഭ്യാസം ഒരു പ്രശ്നമേ ആയിരുന്നില്ല. അതുകൊണ്ടാണല്ലോ VS പഠിച്ചിട്ട് ഏറ്റവും പുതിയ സോഫ്റ്റ്വെയർ വേറെ ഒരു സംസ്ഥാനത്തും കൊണ്ടുവരാത്ത രീതിയിൽ തനതായ ഒരു സോഫ്റ്റ്വെയർ രൂപപ്പെടുത്തി കേരളത്തിൽ അത് പിന്നെ പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടിയിട്ട് അതിൻ്റെ എല്ലാ സംവിധാനങ്ങളും CDTയിൽ ഉണ്ടാക്കി നമ്മൾ കണ്ടതാണ്. പിന്നെ ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ള പിന്നെ ഈ കമ്പ്യൂട്ടർ പാർക്കുകളായിട്ട് ഇൻഫോ പാർക്കും ടെക്നോ പാർക്കിലും കൂടുതൽ ഇപ്പോൾ സുശീല ഗോപാലിൻ്റെ കാലത്താണ് വന്നതെങ്കിൽ കൂടിയും അതിന് കൂടുതൽ ഇപ്പോൾ ഇന്നലെ പോകുമ്പോഴത്തേക്കിനും കുണ്ടറയിലും ഉണ്ട് ഒരു ടെക്നോ പാർക്ക്. VSന്റെ കാലഘട്ടത്തിൽ ഈ VSന്റെ കാലഘട്ടം VS മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ് MA ബേബി വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരിക്കണം. അപ്പോഴാണ് അവിടെ ടെക്നോ പാർക്ക്. പോകുന്ന സ്ഥലത്തൊക്കെ ടെക്നോളജിക്കലി അതുപോലെ ഓരോ ചെറിയ കാര്യങ്ങളിലും VS കണ്ട സ്വപ്നങ്ങൾ നിലത്ത്
ചവിട്ടി നിന്ന് കണ്ട സ്വപ്നങ്ങൾ സാധാരണക്കാരൻ്റെ സ്വപ്നങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് സാധാരണ പാർശ്വവൽക്കരിക്കപ്പെട്ടവനെയും പ്രാന്തവൽക്കരിക്കപ്പെട്ടവനെയും ഭിന്നശേഷിക്കാരനെയും സ്ത്രീകളെയും എല്ലാവരെയും കൂടെ ചേർത്ത് പിടിച്ച് അവരുടെ പ്രശ്നങ്ങളിൽ ഓരോ പ്രശ്നങ്ങളിലും ഇടപെട്ട് മുന്നോട്ട് പോയ നേതാവായിരുന്നു. സ്ത്രീ സുരക്ഷ സംബന്ധിച്ച് സ്ത്രീകൾ അവർ ഉപദ്രവിക്കപ്പെടുന്നവരെ അല്ലെങ്കിൽ അങ്ങനെ ഉപദ്രവിക്കുന്നവരെ കയ്യാമം വെച്ച് നടത്തും എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവന കേരളം മുഴുവൻ ശ്രദ്ധിച്ചതാണ്. പ്രത്യേകിച്ചും സ്ത്രീജനങ്ങൾ കൈയടിച്ചുകൊണ്ടാണ് അതിനെ വരവേറ്റത് അക്കാലത്ത്. അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ളൊരു അഭിപ്രായം എന്താണ്? അതെ, അദ്ദേഹം പറഞ്ഞു കയ്യാമം വെച്ചാൽ തെറ്റ് ചെയ്തവൻ ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കണം എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ പദങ്ങൾ, അത് അദ്ദേഹത്തിൻ്റെ പ്രസംഗ ശൈലിയാണ് അദ്ദേഹം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കയർ തൊഴിലാളിയും കർഷക തൊഴിലാളിയും വിശന്നൊട്ടി പണിയെടുത്ത് വരും വൈകുന്നേരങ്ങളിൽ അങ്ങ് ഉറങ്ങിപ്പോകും പാർട്ടി ക്ലാസ്സിൽ. അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗ ശൈലി ഈ തരത്തിൽ നീട്ടിയും കുറുക്കിയും ആക്കിയെന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. അതുപോലെ അദ്ദേഹം പറഞ്ഞു ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കണം. അപ്പം പിന്നെ ഈ സ്ത്രീ സുരക്ഷ സംബന്ധിച്ച് ഇപ്പോൾ ഫെമിനിസ്റ്റ് എന്നോ വേറൊന്ന്, ഇപ്പോൾ പലർക്കും ഫെമിനിസ്റ്റ് എന്ന് പറയുമ്പോൾ മാറ്റി നിർത്തുന്നൊരു അതല്ലായിരുന്നു. VS അവരെയൊക്കെ ചേർത്ത് പിടിച്ചിട്ട് അവർ പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും VS ചെയ്തിരുന്നു എന്നതാണ് നമ്മൾ കേരളം കണ്ടത്. മകളാണ് VSനെ കണ്ടു, അകത്ത് കയറി കണ്ടു. ഇനി ഒരിക്കലും അങ്ങനെയൊരു നേതാവ് കേരളത്തിൽ ഉണ്ടാകില്ല, അങ്ങനെയാണ് ഭൂരിഭാഗം ആളുകളും പറയുന്നത്. എന്താണ് അഭിപ്രായം? എനിക്ക് ഇതിങ്ങനെ ഉണ്ടാവില്ലെന്ന് പറയാൻ കാര്യം, ഒരു ഐഡിയൽ ഫെമിനിസ്റ്റ് ആയിരുന്നു. പിന്നെ നല്ലൊരു അതായത് അപ്രോച്ചബിൾ ആയിട്ടുള്ളൊരു നേതാവായിരുന്നു. ആർക്കും ചെന്ന്, അതായത് കീഴേ കിടക്കുന്ന ആൾക്കാരായാലും അതുപോലെ പോയി പ്രശ്നം പറയാൻ പറ്റും. ആരും അവിടെ അതായത് അയ്യോ മുഖ്യമന്ത്രിയാണ് പോയി കാണാൻ പറ്റൂല, അങ്ങനെ ഒരു ഇതില്ലാത്ത, ഈ അഹങ്കാരം ഇല്ലാത്ത ഭയങ്കര അപ്രോച്ചബിൾ ആയിട്ടുള്ളൊരു നേതാവായിരുന്നു. ഇങ്ങനെ ഒരു നേതാവ് ഇനി കേരളത്തിലുണ്ടാവില്ലെന്ന് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ വലിയ ശബ്ദമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. കേരളം മുഴുവൻ ശ്രദ്ധിച്ചതായിരുന്നു 5 വർഷം. 3 പ്രാവശ്യം പ്രതിപക്ഷ നേതാവായി അദ്ദേഹം മലയാളികൾക്കിടയിൽ തന്നെ നിന്നു. പല വിഷയങ്ങളും ഉയർത്തിക്കൊണ്ടുവരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. മുഖ്യമന്ത്രി എന്നതിലുപരി ഒരു പ്രതിപക്ഷ നേതാവ് എന്ന രീതിയിൽ അദ്ദേഹം കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടു, അല്ലേ? അതെ, മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവായിരുന്നു കുറച്ചുകൂടി. കാര്യം അത് ഓരോ വാക്കുകൾ അങ്ങ് ഷാർപ്പ് പോയിന്റ് ആയിട്ടാണ് വാക്കുകളുള്ളത്. അത് ആർക്കാണ് കൊടുക്കേണ്ട അവർക്ക് നല്ലപോലെ കയറി കൊള്ളുന്ന രീതിയിലുള്ള വാക്കുകളാണ് അത്. പിന്നെ പോയിന്റുകൾ, അത് എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് അത് പറഞ്ഞ് തീർക്കും. ഭയങ്കര സ്ട്രെയിറ്റ് ഫോർവേഡ്, അല്ലാതെ ഒന്നും മനസ്സിൽ വെച്ചിട്ട് അത് വെച്ച് പെരുമാറുന്ന ആളല്ലായിരുന്നു. എവിടെ പറഞ്ഞു തീർക്കാനുണ്ടോ അതവിടെ പറഞ്ഞു തീർക്കും. ഭയങ്കര സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ളൊരു പേഴ്സൺ ആയിരുന്നു. എല്ലാവർക്കും ഇതേ അഭിപ്രായം തന്നെയാണ്. VSന് തുല്യം VS മാത്രം. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ. റിപ്പോർട്ടർ തിരുവനന്തപുരം.